ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഓർക്കാപ്പിളി വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും നമ്മുടെ ഈ ഓർക്കാപ്പിളി ഉണ്ടാവും. അപ്പോൾ അത് വെറുതെ കളയാവും ഒട്ടുമിക്ക എല്ലാവരും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇനി മുതൽ വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പോലും നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഓർക്കാപ്പിളി ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച് ഊറ്റി മാറ്റി വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് സമയം അങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തള വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റീമറിലേക്ക് ഒഴിച്ച് അതിൽ ആ ഒരു വെള്ളം ഒഴിവാക്കി എടുത്താൽ മതി. ഇനി അതിന് ശേഷം കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഞാൻ നമ്മുടെ ഈ ഒരു ഓർക്കാപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതൊന്നുകൂടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനായിട്ട് നമ്മളിതിലേക്ക് പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല, ഇഞ്ചി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലപ്പൊടികളെല്ലാം തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല വലുപ്പത്തിലുള്ള ഓർക്കാപ്പിളയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, വലുതാണെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഞാനതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 വലിയ അച്ച് ശർക്കര ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇളക്കലാണ് കേട്ടോ. അത്യാവശ്യം നല്ല പോലെ തന്നെ ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഏറ്റവും ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേ രീതിയിൽ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പോൾ അവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും നമ്മുടെ ഈ ഒരു ഓർക്കാപ്പിളി ഉണ്ട്. അപ്പോൾ അതിന് പല ഭാഗത്തും പല പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്താണ് പറയാന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർക്കാപ്പിളി വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസത്തിൻ്റെ അടുത്ത് വരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ എരിവ് കുറവായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടിയൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ ഉലുവയും കടുവും കൂടെ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലയും കൂടെ തളിച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓർക്കാപ്പിളി വെച്ചിട്ടുള്ള പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ലെണ്ണയിൽ നമുക്ക് വറവിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരുപാട് കാലം നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഓർക്കാപ്പിളി ആയതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലാണല്ലോ. അപ്പോൾ നമുക്കിത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ബോട്ടിലൊക്കെ ആക്കിയിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ കട്ട പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും ഇത് നേരെ ബൗളിലേക്കൊക്കെ ആക്കിയിട്ട് സെർവ് ചെയ്യാനായിട്ട് ചെയ്ത്. അപ്പോൾ എല്ലാവരും കൂടെ വീട്ടിലുണ്ടായിരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സിറ്റുവേഷനൊന്നും കിട്ടില്ല. അതപ്പം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു.